ഹലോ മഞ്ജുമോളെ. ഞാൻ കുറച്ചു മുമ്പേ മധുവിനെ വിളിച്ചായിരുന്നു. ഫോൺ എടുത്തില്ല. ഓ, ഓഫീസിൽ പോകാനുള്ള തിരക്കിലായിരുന്നോ? അല്ല, ഇന്നലെ വൈകിട്ട് വിളിച്ചപ്പോഴേ രാത്രി വീട്ടിൽ വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചില്ല. അല്ല, പറഞ്ഞു വരുമ്പോൾ നമ്മൾ ബന്ധുക്കളാ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ മോളെ, അഥവാ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ വന്ന് നിങ്ങളോട് പറയാൻ പാടുണ്ടോ? മോളിതൊന്നും വിശ്വസിക്കല്ലേ. തിരക്കാന്നോ? എന്നാ കുഴപ്പമില്ല, സമയം പോലെ വിളിച്ചാൽ മതി. ഓ, ശരി എന്നാ. എന്നാച്ചമ്മാ? മധുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മധു ആണെങ്കിലോ ഇങ്ങോട്ടിട്ട് വിളിക്കുന്നുമില്ല. ഞാൻ പറയുന്ന ഒന്നും മഞ്ജു ഇട്ട് വിശ്വസിക്കുന്നുമില്ല. നമ്മളോട് വൈരാഗ്യമുള്ള ഏതോ ബന്ധുക്കളോട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു, അതുകൊണ്ടാണ് ആ ബന്ധു ചെന്ന് മധുവിനോട് പറഞ്ഞെന്നാ മധു പറയുന്നത്. അമ്മൂമ്മയും മാധവങ്ങളും കൂടെ സംസാരിച്ച കാര്യം ഏത് ബന്ധുവായിരിക്കും അവിടെ ചെന്ന് പറഞ്ഞത്? அது மட்டுமா இங்க பேசினது 2 வருஷம் முடிச்சு நம்ம என்கேஜ்மெண்ட் செய்யலாம் சொன்னது, அதுக்கப்புறம் அவங்க விருப்ப பிரகாரம் கல்யாணம் செய்யலாம் சொன்னது, இது எல்லாமே போய் சொல்லியிருக்காங்க. അമ്മൂമ്മ പറയാത്ത കാര്യങ്ങളല്ലേ കൂടുതലും ചെന്ന് പറഞ്ഞേക്കുന്നത്? അതേന്നേ. അമ്മൂമ്മ, ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മൂമ്മയോട് പറയാറുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ വിളിച്ച് എല്ലായിടത്തും പറയരുതെന്ന്. ഇങ്ങനെ ഇരിക്കും. അല്ല, പറയാൻ പറ്റത്തില്ല, വേറൊരു ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോഴേ അവരിനി ഇങ്ങനെ ആലോചിച്ചപ്പോഴായിരിക്കും പെട്ടെന്ന് തോന്നിയത്, ഓ നമുക്ക് ഈ ബന്ധം ശരിയാവില്ലെന്ന്. അതുകൊണ്ട് അവരുണ്ടാക്കിയ ഒരു കള്ളമാണെങ്കിലോ ഇത്, ഈ ബന്ധത്തിൽ നിന്ന് ഒഴിയാനേ. പോടാ, അങ്ങനൊന്നും വരാൻ വഴിയില്ല. അമ്മൂമ്മ, ഈ ആലോചനയുടെ കാര്യം അമ്മൂമ്മ ആരുടെ അടുത്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ കൊച്ചേ. പറഞ്ഞു കാണുമല്ല, പറ. ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാലും പിന്നെ പാഴൂര് സരളയോടൊന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ പാഴൂര് പിറവം ഭാഗത്തെ കാര്യം പുള്ളിക്കാരി ഏറ്റു. അടുത്തത് പിന്നെ സിദ്ധുവിന്റെ അമ്മ വിളിച്ചപ്പോ സിദ്ധുവിന്റെ അമ്മയോടും ഒന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമുള്ള കാര്യം അമ്മ ഏറ്റ്. അടുത്തത് പിന്നെ ചോനർത്തല പറയാതിരിക്കാൻ പറ്റുമോ മോനെ? ചോനർത്തലയിലും പറഞ്ഞു. കഴിഞ്ഞ ഇല്ല, ഉമേഷ് വിളിച്ചായിരുന്നു എന്നെ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തില് ഞാൻ ഈ കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു. അപ്പൊ ചുരുക്കം പറഞ്ഞ എറണാകുളം ഭാഗത്തുള്ള മൊത്തം ആൾക്കാരെ അറിയിച്ച് പോരാത്തിന് ചോനറത്തല വരെ അറിയിച്ചേക്കണ്. ഇനി എന്തറിയിക്കും? എടാ, ഓഫീസിൽ ചെന്ന് പറഞ്ഞെന്നാ പറഞ്ഞത്. ഉമേഷ് ആവാൻ വഴിയില്ല. ഉമേഷ് ആണെങ്കിൽ ഉമേഷിനെ മധുവിന് അറിയാം. അങ്ങനെ വരാൻ വഴിയില്ല. പിന്നെ ആരായിരിക്കും പറഞ്ഞേ? ആരാ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. കാരണം പറയാൻ പറ്റത്തില്ല, സത്യം ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലെന്നോ? പിന്നെ ഇപ്പൊ ആരായിരിക്കും പറഞ്ഞത്? പക്ഷെ അവൻ നല്ല ദേഷ്യത്തിലാ സംസാരിച്ചത്. അമ്മമ്മ, ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് അമ്മൂമ്മ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരാൾ പോയി പറഞ്ഞു കൊടുത്തത്. എന്താണ് അമ്മൂമ്മ പറഞ്ഞെന്നാണ് പറഞ്ഞു കൊടുത്തത്? എടാ, ഞാൻ പറഞ്ഞെന്ന്, അവൻ ഭയങ്കര പിശുക്കനാണ്, കൈക്കൂലി മേടിക്കുന്നവനാണ്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്, പിന്നെ വലിയ കുടുംബക്കാരനൊക്കെ ആണെങ്കിലും അതൊക്കെ പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അയ്യോ, എമ്മടെ അമ്മൂമ്മ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തേക്കണല്ലേ അമ്മൂമ്മ? അല്ല, ഇത്രയും ചെറിയ കള്ളം വരെ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണോ അമ്മൂമ്മ? വേണോ? அம்மா, இது அப்படி விட முடியாதம்மா. நம்மளுக்கு தெரியணும் இது யாரு, எதுக்கு அங்க போய் சொன்னாங்கன்னு எல்லாம் தெரியணும். അത് തന്നെ അമ്മൂമ്മ, മധുവങ്കളിനെ വിളിക്കും. വിളിക്കല്ലേ? വിളിച്ചാ എടുക്കുമെന്ന് അറിയത്തില്ല. 3-4 തവണ വിളിച്ചല്ലേ ഞാൻ. നല്ലൊന്ന് വിളിച്ചു നോക്കാം. മധുവേ, തിരക്കിലാന്നോ മോനെ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മോനെ. മോനാണ് ഈ ബന്ധത്തിന് താല്പര്യം പറഞ്ഞത്. അല്ല, ഇപ്പൊ ഈ ഒഴിഞ്ഞു മാറുന്നതിന്റെ കാരണം? അല്ല, എന്തെന്ന് കാര്യം പറ. അല്ല, നിന്നോട് ആരാ ഇതൊക്കെ പറഞ്ഞെന്നൊന്ന് പറ. അല്ല, ഞാൻ പറയാത്ത കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. അതെന്താ പറയാൻ പറ്റാത്തെ? അല്ല, അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ അങ്ങനെ അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നീ ഒരു പിശുക്കനാണെന്ന് അവിടെ എല്ലാവർക്കും അറിയത്തില്ലയോ? എടാ, അത് ഞാൻ ഇപ്പോഴെങ്ങും പറഞ്ഞതല്ല, പണ്ടെങ്ങോ പറഞ്ഞ കാര്യമാണ്. അങ്ങനാണെങ്കിൽ അങ്ങനെ.
കാര്യമില്ല. നീ ഫോൺ വെച്ചിട്ട് പോയേ. ആഹാ ഓ ആ നീ വെക്കും. എന്ത് പറഞ്ഞു അമ്മൂമ്മ? അമ്മൂമ്മ പണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമെല്ലാം പറഞ്ഞോ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ടെങ്ങാനും പറഞ്ഞിട്ടുണ്ടാവാ. ആ പണ്ട് അത്രയും പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പോയിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ ആലോചിച്ച് നോക്കി. അല്ലാതെ ഇതൊക്കെ അവരുടെ മനസ്സിൽ കിടപ്പുണ്ടാവും അമ്മൂമ്മ. അങ്ങനെ ഒരാളുടെ ബന്ധം നമുക്ക് വേണോ? ആർക്ക് വേണം അവരുമായിട്ടുള്ള ബന്ധം? എന്റെ പട്ടിക്ക് വേണം. അത്ര തന്നെ. എന്റെ കൊച്ചിനെ ഞാൻ കൊടുക്കത്തില്ല. പിശുക്കൻ, ആറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. டேய் இது கலங்கியாச்சா? ഏറെക്കുറെ കല്ലങ്ങി. உனக்கு அதுல வருத்தம் இருக்காடா? വറുത്തുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കല്യാണമൊക്കെ സ്വപ്നം കണ്ട് നിന്നതാ. பாவம்.